സ്തോത്രം. അപ്പൊ സങ്കടത്തിൽ നിന്ന് വിടുവിക്കുമെന്നല്ല, സകല സങ്കടത്തിൽ നിന്നും വിടുവിക്കും. യിരെമ്യാ പ്രവചനം 31:13, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. യെശയ്യാ 61:3, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം ഞാൻ അലങ്കാരമാല അണിയിക്കും. ഹല്ലേലൂയ. യെശയ്യാ 60:20, സ്തോത്രം. ആമീൻ. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നിന്റെ കൈ ഉയർത്തി പറ, നിന്റെ ദുഃഖകാലം. നെഞ്ചത്ത് കൈവച്ചറ, എൻ്റെ ദുഃഖകാലം ആമീൻ തീർന്നു പോകുമെന്ന് പറ. യിരെമ്യാ 31:13 മറക്കരുത്, ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. നീ എന്തുമാത്രം ദുഃഖിച്ചോ അങ്ങനെ തന്നെ നീ സന്തോഷിക്കും. യെശയ്യാ 61:3, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം ഞാൻ അലങ്കാരമാല അണിയിക്കും. ഓ യെശയ്യാവ് 60:20, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഒരാമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇനി നടത്തും. എന്തോ ഞാൻ നിങ്ങളെ ഇനി നടത്തും. അടുത്തിരിക്കുന്ന ആളെ നോക്കി, ദൈവം നിങ്ങളെ നടത്താൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്കെന്തോ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് പറയുക, ഇന്നലകളിൽ നീ അനുഭവിച്ച പരാജയങ്ങളൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറിത്തരാൻ പോവാ. നീ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നിന്നെ നടത്തുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിന്നെ നിന്ദിച്ചവർ പറയും, ദൈവം അവളെ നടത്തുന്നു, ദൈവം അവനെ നടത്തുന്നു. ആ ഒരു റേഞ്ചിലോട്ട്. സ്തോത്രം. ഈ ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചു, ബ്രദറെ എങ്ങനെയുണ്ട്? ഓ, കർത്താവ് നടത്തുന്നു. അത് കേട്ടാൽ തന്നെ എന്തൊരു സന്തോഷം. എങ്ങനെ? ആര് നടത്തുന്നു? ഇനി ഇച്ചിരൂടെ അവരോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? രാജകീയമായി നടത്തും. ഞാനൊക്കെ സത്യത്തിൽ പറയാം, ഒരു അത്ഭുത ലോകമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് അത്ഭുതം അല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ സേവിക്കുന്നവൻ അത്ഭുത മന്ത്രിയാ. ഓ ഹല്ലേലൂയ. നിനക്ക് ആഗ്രഹമുണ്ടോ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് വേറൊരു വഴി എടുക്കണമെന്ന്? ആ വഴി ഇന്ന് തെളിച്ചു തരാൻ പോവാ. അതാ ദൂത്. 143 സങ്കീർത്തനം 10 ശ്രദ്ധിച്ചോ. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ നല്ല ആത്മാവ് അതേതാത്മാവ്? ദൈവാത്മാവ്. എവിടെ നടത്തണം? നേർനിലത്തുകൂടെ. ആമീൻ. നിന്നെ നടത്തട്ടെ. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം. ഇതുവരെ നിന്റെ ചിന്താമണ്ഡലത്തിൽ പോലും ഉദിക്കാത്ത ചില മേഖലകളിലൂടെ നിന്നെ ദൈവം കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലരുടെ രീതികൾ മാറാൻ പോകുന്നു, ചിലരുടെ ഭാവി മാറാൻ പോകുന്നു, ചിലരുടെ ബിസിനസ് മാറാൻ പോകുന്നു.